ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരചിത്രം തെളിഞ്ഞു. പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക്. കേരളം ഉൾപ്പെടെ കോവിഡ് സാഹചര്യം രൂക്ഷമായ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 64,166 പേർ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ലെന്ന് കോടതി. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമായി. വാർഡുകളിൽ മത്സരചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം സ്വതന്ത്രരും വോട്ടർമാരെ നേരിട്ട് കാണുന്ന തിരക്കിലാണ്. സംസ്ഥാനത്ത് ആകെ 75,013 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് 1,317ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 6,877ഉം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 54,494 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 50% സീറ്റ് വനിതാ സംവരണമാണെങ്കിലും അതിലേറെ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 6,402 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ആകെ സ്ഥാനാർത്ഥികളിൽ വനിതകളാണ് കൂടുതൽ, 3,329 പേർ. 3,073 പുരുഷ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് 4,710 പേരാണ് ജനവിധി തേടുന്നത്. 266 വനിതകളും 257 പുരുഷന്മാരുമടക്കം 523 സ്ഥാനാർത്ഥികളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരരംഗത്തുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ ആകെ 97 സ്ഥാനാർത്ഥികളിൽ 46 വനിതകളും 51 പുരുഷന്മാരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 556 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 278 വനിതകളും 278 പുരുഷന്മാരും. 274 വനിതകളും 242 പുരുഷന്മാരുമടക്കം 516 പേരാണ് മുനിസിപ്പാലിറ്റികളിൽ മത്സരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 5,728 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ 4 മുനിസിപ്പാലിറ്റികൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 70 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി മത്സരരംഗത്ത് 3,034 സ്ത്രീകളും 2,694 പുരുഷന്മാരുമാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 5,330 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിൽ 82 പേരും മുനിസിപ്പാലിറ്റികളിൽ 789 പേരുമാണ് ജനവിധി തേടുന്നത്. 508 പേരാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്നത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 3,951 പേർ മത്സരിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ 5,432 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 89 സ്ഥാനാർത്ഥികളാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 491 പേരും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 4,118 പേരും മത്സരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് 734 പേർ മത്സരരംഗത്തുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 6,021 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 3,963 പേർ പത്രിക പിൻവലിച്ചു. 27 ഡിവിഷനുകളുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് 102 പേരും 75 ഡിവിഷനുകളുള്ള കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 350 പേരും 7 മുനിസിപ്പാലിറ്റികളിലേക്ക് 882 പേരും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 557 സ്ഥാനാർത്ഥികളും 70 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 4,130 പേരുമാണ് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലയിൽ 5,138 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 79ഉം കോർപ്പറേഷനിൽ 206 പേരും നഗരസഭകളിൽ 873ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 437ഉം ഗ്രാമപഞ്ചായത്തുകളിൽ 3,543 മത്സരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ഭിന്നലിംഗ വിഭാഗത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയും ജനവിധി തേടും. 7 തദ്ദേശ സ്ഥാപനങ്ങളിൽ 18 സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. മലപ്പുറം ജില്ലയിൽ 8,457 പേരാണ് മത്സരിക്കുന്നത്. നഗരസഭകളിൽ 1,538 പേർ മത്സരരംഗത്തുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ 5,935ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 839ഉം സ്ഥാനാർത്ഥികളുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 145 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. രാജ്യത്ത് കോവിഡ് സാഹചര്യം രൂക്ഷമായ കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തുന്നു. വാക്സിൻ വിതരണത്തിന്റെ മുൻഗണനാ ക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകും. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടോയെന്നും യോഗം വിലയിരുത്തും.
രാവിലെ ഓൺലൈനായി ആരംഭിച്ച സംവാദം 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4,38,667 പേർക്കാണ് കോവിഡ് കണ്ടെത്തിയത്. 86,04,955 പേർ ഇതുവരെ രോഗമുക്തി നേടി. മരണസംഖ്യ 1,34,218 ആയി. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 64,166 ആയി താഴ്ന്നു. കോവിഡ് സ്ഥിരീകരണ നിരക്ക് 10.54% കുറഞ്ഞു. ഇന്നലെ 35,659 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,757 പേർക്ക് കൂടി രോഗം കണ്ടെത്തി. അതേസമയം 5,425 പേർ രോഗമുക്തരായി. സംസ്ഥാനത്താകെ 2,071 പേർ കോവിഡ് മൂലം മരിച്ചു. ഇന്നലെ 22 മരണങ്ങൾ കൂടി രേഖപ്പെടുത്തി. ജനതയെ മുഴുവൻ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഘടകമായി കോവിഡ് മാറിയെന്ന് പ്രശസ്ത കവിയും ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവുമായ ഏഴാച്ചേരി രാമചന്ദ്രൻ. ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് സ്നേഹസമ്പൂർണമായ ജീവിതത്തെ മാടി വിളിക്കാൻ കോവിഡ് പ്രതിസന്ധി പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നിശ്ചയമായും ഈ ലോകം ഈ മഹാമാരിയെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകും. ജാതി, മതം, വർണ്ണം, വർഗം, ദേശം, കാലം, അതിർത്തി സംഘടനകൾ, യുദ്ധം ഇതിന്റെയൊക്കെ പേരിൽ മതിക്കുകയും അമറിത്തുള്ളുകയും ചെയ്തിരുന്ന ആളുകൾക്ക് മുഴുവൻ, ദശാധിപതികൾക്ക് മുഴുവൻ എതിരെയുള്ള വളരെ വലിയ മുന്നറിയിപ്പ് കൂടിയായിട്ടിത് മാറിയിട്ടുണ്ടാകുമോ? മനുഷ്യത്വത്തിന്റെ രഥപതാക വളരെ ഉയരത്തിൽ പറത്തുന്നതിന് ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് സ്നേഹസമ്പൂർണമായ ഒരു ജീവിതത്തെ മാടി വിളിക്കുവാൻ ഈ കോവിഡ് പ്രതിസന്ധി നമുക്ക് പ്രചോദകമാകട്ടെ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൽ ഇപ്പോൾ റിമാൻഡിലാണ് ശിവശങ്കർ. കസ്റ്റഡിയിൽ വാങ്ങി ശിവശങ്കറെ ചോദ്യം ചെയ്യുകയാണ് കസ്റ്റംസിന്റെ ലക്ഷ്യം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ലെന്ന് കോടതി. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് നടപടി. അദ്ദേഹത്തിന് തുടർ ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് വിദഗ്ധ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാറിനെ പുലർച്ചെ അറസ്റ്റ് ചെയ്തു. ബേക്കൽ പോലീസ് പത്തനാപുരത്തെത്തിയാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ മൊഴി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. പ്രദീപ് കുമാറിനെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായി ഗണേഷ് കുമാർ അറിയിച്ചു. പോലീസ് നിയമ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ പ്രതിഷേധ ധർണ നാളെ സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും നടക്കും. രാവിലെ 10 മുതൽ 11 വരെയാണ് സമരമെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ അറിയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ എഫ്സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ ഒഡീഷയെ ഹൈദരാബാദ് എഫ്സി ഏകപക്ഷീയമായ 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ഇപ്പോൾ ചെന്നൈ തീരത്ത് നിന്ന് 450 കിലോമീറ്റർ അകലെ എത്തിയതായി സൂചന. നാളെ വൈകിട്ടോടെ നിവാർ തമിഴ്നാട് തീരം തൊടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ കടുത്ത ജാഗ്രതയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരചിത്രം തെളിഞ്ഞു. പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക്. കേരളം ഉൾപ്പെടെ കോവിഡ് സാഹചര്യം രൂക്ഷമായ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 64,166 പേർ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ലെന്ന് കോടതി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ എഫ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.